ഏഞ്ചൽ ഡയറീസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഏഞ്ചലിൻ. അപ്പോൾ നമ്മുടെ 7 ഡേ വെയിറ്റ് ലോസ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് ഈ ഒരാഴ്ച എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ വലുതായിരുന്നു. ഇതുവരെ എനിക്ക് കിട്ടാത്ത ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ റിസൾട്ട് വീഡിയോ ആണ്. എൻ്റെ മാത്രം റിസൾട്ട് അല്ല, ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൽ പങ്കെടുത്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേര് എനിക്ക് കമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവരുടെ റിസൾട്ടുകൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് വന്നിട്ടുള്ള വെയിറ്റിൽ വന്ന ഡിഫറൻസ് അല്ലെങ്കിൽ എൻ്റെ മെഷർമെന്റ്സിൽ വന്ന ഡിഫറൻസ്, ഇതെല്ലാം തന്നെ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുണ്ട്. അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാനെന്ന്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നു. കാരണം എനിക്കിത് രാവിലെ 6 മണിക്ക് എനിക്ക് ഒരു 11 മണി വരെ ഷൂട്ടും എഡിറ്റും മാത്രമായിരുന്നു പരിപാടി. ഉറങ്ങാനോ കിടക്കാനോ ഒന്നും മര്യാദയ്ക്ക് ടൈമൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷേ അത് ചെയ്താലും എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം ഒരുപാട് പേർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി എന്ന് മെസ്സേജ് ആയിട്ട് കമൻ്റ് ആയിട്ടൊക്കെ വന്നപ്പോൾ ഐ എം സോ ഹാപ്പി. അതുകൊണ്ട് എനിക്കതൊരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമല്ല. സോ എൻ്റെ കുറഞ്ഞ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 കിലോ ആണ്. 1 കിലോയിൽ കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 1 കിലോ ആണ് ഞാൻ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത്. അത് എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ലോ ആയിട്ട് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് കാലമായി എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആദ്യത്തെ 1-2 മാസം നല്ല ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, പുറത്ത് കുറച്ച് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരും എൻ്റെ വെയിറ്റ് ലോസ് നോക്കി ആരും ഇരിക്കേണ്ട. ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ്. ഈ ഒരാഴ്ച ഞാൻ ഫോളോ ചെയ്ത് സെയിം ഇത് ഫോളോ ചെയ്തിട്ട് 4 കിലോ കുറഞ്ഞവർ, 3 കിലോ കുറഞ്ഞവർ, 2 കിലോ കുറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ വെയിറ്റ് എന്ന് പറയുന്നത് മാറിയും മറിഞ്ഞിരിക്കും. അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ അതൊന്നും ബോദർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വെയിറ്റ് ശ്രദ്ധിക്കുക. ലൈക്ക് ഇപ്പോൾ കുറഞ്ഞാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് പതുക്കെ ആയാലും കുറയുകയാണല്ലോ. ഒരിക്കലും നമ്മുടെ വെയിറ്റ് കൂടുകയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ പതുക്കെയാണെങ്കിൽ അത് കുറഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. സോ കീപ് ട്രൈയിങ്. ഒരു നിരാശയോ ഇതൊന്നും വരാതെ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഒരു ഫൈനൽ റിസൾട്ടിൽ നിങ്ങൾ. ഇനി എൻ്റെ മെഷർമെൻറ്റ്സ് കാണിക്കാം. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം ഇട്ട അതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ മെഷർ ചെയ്യാം. അപ്പം കുറച്ചും കൂടിയും ആ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കാണാം. സെയിം ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എനിക്ക് അറിയാനാണ്. അപ്പം ഞാൻ ഇനി മെഷർ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്ര മുന്നേ 33 ആയിരുന്നു, ഇപ്പോൾ അത് 31 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നേ 37 ആയിരുന്നു. ഇപ്പോൾ അത് 36 ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മെഷർമെൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം അതങ്ങനെയാണ്. നമ്മൾ വെയിറ്റ് കുറഞ്ഞില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും നമ്മുടെ മെഷർമെൻറ്റ്സിൽ ഭയങ്കര ഡിഫറൻസ് വരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. പക്ഷേ നമ്മുടെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ വെയിറ്റിൽ മസിൽ മാസ് കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ വെയിറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. പക്ഷേ നമുക്ക് നല്ല ബോഡി, നല്ല ഷേപ്പും നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കാനാണല്ലോ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുക. വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഡയറ്റാണ് ഇഷ്ടം. കാരണം വർക്കൗട്ട് കുറച്ച് പാടാണെന്നാണ് ഒരു കൺസെപ്റ്റ്. നമ്മൾ ഡയറ്റ് മാത്രം ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാതിരുന്നാൽ നമ്മുടെ ബോഡി അവിടെ ഇവിടെയൊക്കെ തൂങ്ങാൻ തുടങ്ങും. ഒരു ഭംഗിയില്ലാതെ, ഷേപ്പില്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയില്ലേ എന്തോ പനി പിടിച്ച പോലെ ഇരിക്കുന്നു, എന്തോ അസുഖം വന്ന പോലെ ഇരിക്കുന്നു എന്നൊക്കെ തടി കുറയ്ക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ ഇതുവരെ 2 വെയിറ്റ് ലോസ് ഇത് ചെയ്യുന്നിട്ടായാലും എനിക്ക് ഇതുവരെ അങ്ങനെ എവിടെയും തൂങ്ങുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ
നിങ്ങൾ ഡയറ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഭംഗിയില്ലാത്ത വെയിറ്റ് ലോസ് ആവും. നമ്മൾ വണ്ണമൊക്കെ കുറയും, പക്ഷെ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മളെ കാണാൻ. അപ്പോൾ ഡയറ്റിന്റെ കൂടെ വർക്കൗട്ടും ഇത് രണ്ടും ഒപ്പം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ബോഡി ഫാറ്റ് പോകും, നമ്മൾ കുറച്ച് ലീൻ ആവും, നമ്മുടെ എന്താ പറയുക, നമ്മൾ കുറച്ച് സ്ട്രോങ് ആവും. ഡയറ്റ് മാത്രം ചെയ്ത് നമ്മൾ ഭയങ്കര ടയർഡ് ആവാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻ പോലെയാണ് ഞാൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതുപോലെ തന്നെ ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ ഈ ഒരു പാറ്റേണിലൊക്കെ ഫോളോ ചെയ്യുക. കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ഒരു തരത്തിലും മിസ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ദിവസം ബ്രേക്ക് എടുക്കാം. വർക്കൗട്ടിന് മാത്രം, ഡയറ്റിനല്ല. ഫുഡ് നമ്മൾ അത്യാവശ്യം കൺട്രോൾ ചെയ്ത് തന്നെ കഴിക്കുക. പിന്നെ ചീറ്റ് മീൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ചെയ്യാറില്ല. എന്നോട് ചോദിക്കാറുണ്ട് ചീറ്റ് ഡേ ഉണ്ടോ, ചീറ്റ് മീൽ ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാനത് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ചീറ്റ് ചെയ്താൽ മതി ഒരാഴ്ച കുറഞ്ഞ വെയിറ്റ് പിറ്റത്തെ ആഴ്ചയ്ക്ക് കയറാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രേവിങ്സ് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കഴിക്കാം. ആ ക്രേവിങ്സ് തോന്നുമ്പോൾ ലൈക്ക് ഒരു കേക്ക് തിന്നാൻ തോന്നി, കേക്ക് കഴിക്കാം, പക്ഷെ അതിൽ നിന്ന് ഒരു പീസ് കഴിക്കാം, വളരെ ചെറിയ പീസ് കഴിക്കാം. ഇപ്പം ഞാൻ ചായ കുടിക്കാതെ എനിക്ക് പറ്റാത്ത ഒരാളാണ്, എന്നും ഞാൻ ചായ കുടിക്കുന്നുണ്ട്, പക്ഷെ ചെറിയൊരു 1/4 ഗ്ലാസ് ഒക്കെ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ നിങ്ങളുടെ ക്രേവിങ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് ഡെയിലി അത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അളവ് നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിക്കുക. അല്ലാതെ ഒരുപാട് വാരി വലിച്ച് ഒക്കെ കഴിക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പം അങ്ങനെ ഒരു ചീറ്റ് ഡേയുടെയോ ചീറ്റ് മീലിൻ്റെയോ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. സോ നിങ്ങൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ബ്രേക്ക് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ ബോഡി ചിലപ്പോൾ തീരെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ചെയ്യാം. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു വ്യത്യാസമാണ്, ലൈക്ക് നമ്മൾ കണ്ടിന്യൂ സെയിം വർക്കൗട്ടും സെയിം ഡയറ്റും ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുന്നത് ഭയങ്കര സ്ലോ ആവും. അപ്പോൾ അതിലും ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ചേഞ്ച് ആവുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ചെയ്യുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇടയ്ക്ക് നിങ്ങൾക്ക് 1-2 ദിവസം ബ്രേക്ക് എടുക്കാം. പക്ഷെ ബ്രേക്ക് എടുക്കുമ്പോൾ വണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. വർക്കൗട്ട് 2 ദിവസം ബ്രേക്ക് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ വ്ളോഗ്സ് ചെയ്തോട്ടെ. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ചിലപ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എൻ്റെ സംസാരത്തിൽ വരാം. അതുപോലെ ഞാൻ ഭയങ്കര നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിക്കൊക്കെ വന്ന് നിൽക്കും. പക്ഷേ കൂടുതലായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി മിങ്കിൾ ചെയ്യാനും അല്ലെങ്കിൽ അതിനൊക്കെ എനിക്ക് കുറച്ചും കൂടി താല്പര്യമുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ വ്ളോഗ്സ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചത്. അതിൻ്റെ ഒരു ട്രയൽ പോലെയാണ് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഒരു വ്ളോഗ് പോലെ ഞാൻ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഒരുപാട് പേര് ഇഷ്ടമായി, ഇതുപോലെ ചെയ്യണം, ഇതുപോലത്തെ വീഡിയോസ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇനി എൻ്റെ ചാനലിൻ്റെ അകത്ത് വെയിറ്റ് ലോസ് മാത്രമല്ല വ്ളോഗുകൾ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ബ്യൂട്ടി ആൻഡ് ഹെയർ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കടന്നു വരും. പക്ഷെ മെയിനായിട്ട് നമ്മൾ വ്ളോഗും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹം ഇവിടുന്ന് അങ്ങോട്ടും തരണം. സോ എല്ലാവരും വെയിറ്റ് ലോസ് കൂടെ കൊണ്ടുപോവുക. ആരും ഈ വെയിറ്റ് ലോസ് ചാലഞ്ച് കഴിഞ്ഞതോടുകൂടി നിർത്താതിരിക്കുക. എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുക, മുന്നോട്ട് പോവാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.